GST പരിഷ്കരണം കോടിക്കണക്കിന് ആളുകളെ സഹായിക്കാനെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നികുതിയിൽ വൻ ഇളവുകൾ വന്നു. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കാനാണ് പരിഷ്കരണം. UPA സർക്കാർ കുഞ്ഞുങ്ങളുടെ മിഠായിക്ക് പോലും നികുതി ഈടാക്കിയെന്നും പ്രധാനമന്ത്രി വിമർശിച്ചു. नए GST रिफॉर्म से देश के हर परिवार को बहुत बड़ा फायदा होगा. गरीब, न्यू मिडिल क्लास, किसान, महिलाएं, स्टूडेंट्स, नौजवान सभी को GST टैक्स कम करने से जबरदस्त फायदा होने वाला है. അജീഷ് ജയകുമാർ ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. അജീഷ്, ഈ GST പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് അത് തന്നെ ഈ മോദി സർക്കാരിന്റെ ഒരു മേന്മയായി എടുത്ത് കാണിക്കുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ നരേന്ദ്രമോദി പ്രതിപക്ഷത്തിനെ വിമർശിച്ചിരിക്കുകയാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം ഈ വിമർശനത്തിലൂടെ പറഞ്ഞിരിക്കുന്നത്? എന്തൊക്കെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? പ്രവിധ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് പ്രധാനമന്ത്രി വീണ്ടും ഈ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത്. ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനത്തിന് പ്രധാനമന്ത്രി തന്നെയാണ് ദീപാവലി സമ്മാനമായി രാജ്യത്ത് വലിയ രീതിയിലുള്ളൊരു നികുതി പരിഷ്കരണം കൊണ്ടുവരുമെന്നുള്ളൊരു പ്രഖ്യാപനം വന്നു. അതിനുശേഷം 2-3 തവണ GST കൗൺസിൽ മീറ്റിംഗ് ഒക്കെ ചേർന്നതിന് ശേഷം സംസ്ഥാനങ്ങളുടെ അഭിപ്രായം കൂടി തേടിയതിനു ശേഷമാണ് ഇന്നലെ രാത്രിയോടെ ഇത് പ്രാബല്യത്തിൽ വന്നത്. ധനമന്ത്രി നിർമ്മല സീതാരാമനായിരുന്നു ഇക്കാര്യങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്തത്. അതിനുശേഷമാണ് പ്രധാനമന്ത്രി ഇപ്പോൾ ഈ GST പരിഷ്കരണത്തെ അത് വലിയ രീതിയിലുള്ള രാജ്യം വലിയ രീതിയിലുള്ള ഒരു വിജയമാണെന്ന് അഭിപ്രായപ്പെട്ടുകൊണ്ട് പ്രധാനമന്ത്രി തന്നെ രംഗത്തെത്തി. അതായത് GST പരിഷ്കരണം അത് കോടിക്കണക്കിന് ആളുകളെ സഹായിക്കാൻ വേണ്ടിയാണ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്ന പരിഷ്കരണമാണ് നടപ്പാക്കിയിട്ടുള്ളത്. നികുതിയിൽ വൻ ഇളവുകളാണ് കൊണ്ടുവന്നത് കേന്ദ്ര സർക്കാർ. മാത്രമല്ല, മുന്നത്തെ കോൺഗ്രസ് സർക്കാരുകളെയും പ്രധാനമന്ത്രി കണക്കിന് വിമർശിക്കുന്നുണ്ട്. കോൺഗ്രസ് സർക്കാരുകൾ ജനങ്ങൾക്ക് മേൽ നിരവധി നികുതികൾ ചുമത്തിയിട്ടുണ്ട്. GST പരിഷ്കരണം നിലവിൽ സാധാരണക്കാർക്ക് ഗുണകരമാകും. NDA സർക്കാർ നിത്യോപയോഗ സാധനങ്ങൾക്ക് നികുതി കുറച്ചു, ആരോഗ്യ ഇൻഷുറൻസിന് നികുതി കുറച്ചു. അങ്ങനെ നടപ്പിലാക്കിയ നേട്ടങ്ങൾ ഓരോന്നായി എണ്ണിപ്പറയുകയാണ് മോദി സർക്കാർ. പ്രധാനമന്ത്രി ഇന്നലെ രാത്രി ഈ പ്രഖ്യാപനം വന്നുവെങ്കിലും സെപ്റ്റംബർ 22 മുതലാണ് പുതുക്കിയ നികുതി സ്ലാബുകൾ പ്രാബല്യത്തിൽ വരിക. അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.